നമസ്കാരം. ഭാരതത്തിനെതിരെ തിരിഞ്ഞ മാലദ്വീപ് അക്ഷരാർത്ഥത്തിൽ പൊള്ളിയിരിക്കുകയാണ്. തകർച്ചയുടെ കഴിപ്പറിഞ്ഞ് കൂപ്പുകുത്തിയിരിക്കുകയാണ് മാലദ്വീപ് ടൂറിസം. ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം ഡിസംബറിൽ 2ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ജനുവരിയിൽ ഇത് 5ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മാലദ്വീപ് ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ അവരുടെ തകർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇന്ത്യക്കാർ അധികവും അവധിക്കാലം ആഘോഷിക്കാൻ തിരഞ്ഞെടുത്ത ഇടമായിരുന്നു മാലദ്വീപ്. ജനുവരി മാസം 28ാം തീയതി വരെ 13,989 പേർ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലെത്തിയത്. രാജ്യത്തിന്റെ ടൂറിസം വിപണിയുടെ 8% വരും ഇത്. നേരത്തെ 23.4% വിഹിതമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. ഇതോടെ മാലദ്വീപിന്റെ വിദേശ സഞ്ചാരികളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5ാം സ്ഥാനത്തായി. അതേസമയം ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തെയും അവഹേളിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. 2023 ഡിസംബറിൽ 1,74,416 റഷ്യൻ പൗരന്മാരാണ് മാലദ്വീപിലെത്തിയത്. ഇതോടെ 24.1% വിപണി വിഹിതവുമായി റഷ്യയായിരുന്നു 1ാം സ്ഥാനത്ത്. 1,61,751 വിനോദസഞ്ചാരികളുമായി 23.4% വിഹിതവുമായി നമ്മുടെ ഇന്ത്യ 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആടിയുലയുന്നത്. ഇതോടെ സഞ്ചാരികളുടെ എണ്ണവും വിപണി വിഹിതവും ഗണ്യമായി കുറയുവാനിടയായി. മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ഇത് പ്രകടമായ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് വ്യക്തം. കാരണം സമ്പദ് വ്യവസ്ഥയെ ത്വരിതപ്പെടുത്താൻ ടൂറിസത്തെ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് മാലദ്വീപ്. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം 1/3 വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ് മാലദ്വീപിന് ലഭിക്കുന്നത്. മാലദ്വീപ് സന്ദർശിക്കുന്നവരിൽ അധികവും ഇന്ത്യക്കാരായിരുന്നു. 2023 2,09,198 പേരാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപ് സന്ദർശിച്ചത്. ടൂറിസം വിപണിയുടെ 11% വരും ഇത്. 2018 മുതൽ വിനോദസഞ്ചാരികളുടെ വരവ് കൂടുതലും ഇന്ത്യയിൽ നിന്നായിരുന്നു മാലദ്വീപിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ച മാലദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശം നടത്തുന്നത്. പിന്നാലെ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാലദ്വീപിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിംഗ് റദ്ദാക്കുന്നതായി നിരവധി ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ പ്രഖ്യാപിക്കുകയായിരുന്നു. നയതന്ത്ര തർക്കത്തിന് ശേഷം മാലദ്വീപ് സന്ദർശിക്കാനുള്ള പദ്ധതികൾ മാറ്റുകയും റദ്ദാക്കിയ ടിക്കറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. കൂടാതെ ബോയ്കോട്ട് മാലദ്വീപ്സ് ക്യാമ്പയിൻ തന്നെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഭാരതത്തോട് എതിർക്കാൻ നിൽക്കുന്നവർ മാലദ്വീപിനെ ഒന്ന് കണ്ടുപഠിക്കുന്നത് നല്ലതാണ്.